ഈ സിദ്ധരാമയ്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഇത് പുനഃപരിശോധന ഉണ്ടാകും. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും. ഈ രാജസ്ഥാനാണ് ഇപ്പൊ തൂക്കിക്കൊല ഒഴികെ ബാക്കി എല്ലാ നിയമവും കൊണ്ടുവരും. അത് ഞാനീ പറയുന്നത് ഇവർക്ക് ഭയമായി. കാരണം രാജസ്ഥാനിൽ ഈ ബാൻസ്വാഡ എന്നുള്ള സ്ഥലത്ത് അവിടുത്തെ ആദിവാസികൾ ഒരാൾ പോലും ഇല്ലാതെ കൺവേർട്ടായി. അവിടെ ബേസിക്കലി ജോസഫ് ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ആളില്ലാതായി. അമ്പലങ്ങളിൽ നടത്താൻ വേണ്ടി പൂജാരിക്ക് അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടായോ? അതില്ലാതായി. അമ്പലങ്ങൾ വെറുതെ കാട് പിടിച്ച് കിടക്കുക പലയിടത്തും. ഇതാണ് ബേസിക്കലി ഇവർക്കുണ്ടായ പ്രശ്നം. അതിൻ്റെ പേരിൽ ഇങ്ങനെ ബില്ല് കൊണ്ടുവരുന്ന ഇവരെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കർണാടകയിലെ കാര്യം എടുക്കാം. ഇപ്പം സംശയമുള്ളവർക്ക് പോയി ബാംഗ്ലൂർ പോയി നോക്കുകയാണെങ്കിൽ, കാരണം ഞാൻ ബാംഗ്ലൂർ 1.5 വർഷം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബാംഗ്ലൂർ സിറ്റിക്കകത്ത് നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയോ പലയിടത്ത് നോക്കും, അതേ മുഴുവൻ എഴുതിയേക്കുന്ന ജീസസ് ലവ്സ് യു, ഗോഡ് ബ്ലസ് യു, പ്രൈസ് ലോർഡ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് മാസീവായിട്ടാണ് കൺവേർഷൻ ഉണ്ടായേക്കുന്നത്. അതുമല്ല, ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം, കാരണം എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത്, അവിടെ ഒരു ചെറിയ 10, 40, 50 പേര് ചെറിയ കോളനിയിലൊക്കെ ഇഷ്ടം പോലെ ഹൗസ് ചർച്ച് ഉണ്ട്. ഈ IT-കാർ പോകുന്ന അധികം പേരും മാറിയേക്കുക. അതായത് വലിയ മാസീവ് സംഭവമാണ് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് നടക്കുന്നത്.